ഇന്നലെ കണ്ണൻ്റെ പിറന്നാളും ഏട്ടൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും ഒരേ ദിവസം വന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ചെറിയൊരു സദ്യ വെക്കാമെന്ന് ഓർത്താണേ. അപ്പോൾ രാവിലെ ഒരു കട്ടൻ ചായ ഒക്കെ കുടിച്ചിട്ട് ഞാൻ അവിയലിനുള്ള കഷ്ണം വേവിക്കാൻ വെച്ചു. ബാക്കി അവിയലിൻ്റെ പരിപാടികളെല്ലാം അമ്മയുടെ കയ്യിലാട്ടോ. അവിയൽ മാത്രം ഞാൻ അങ്ങനെ വെക്കൂല, അത് അമ്മയാണ് വെക്കുന്നത്. അങ്ങനെ ആ സമയം കൊണ്ട് മോരുകറി ഞാൻ സെറ്റാക്കി, നമ്മുടെ പയർ തോരനും സെറ്റാക്കി കേട്ടോ. പിന്നെ സാമ്പാറിനുള്ളത് ഞാൻ പരിപ്പ് കറിക്കുള്ളതും പരിപ്പ് സെപ്പറേറ്റ് ആയിട്ട് ഒരു കപ്പിലിട്ടിട്ട് വേവിക്കാൻ വെച്ചു കേട്ടോ. അങ്ങനെ അത് വേവിക്കാൻ വെച്ചിട്ട് നേരെ കൈയോടെ അരിയിട്ടേ. അങ്ങനെ അരി ഇട്ടിട്ട് നേരെ അവിടെയൊക്കെ തുടച്ചിട്ടു കേട്ടോ. കാരണം അത്യാവശ്യം നേരെ പണി ഏകദേശം ഒതുങ്ങാറായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇച്ചിരി പാത്രം കഴുകാനുണ്ടായിരുന്നു, അതും കൂടെ കഴുകി വെച്ചിട്ട് നേരെ സാമ്പാറും അങ്ങ് സെറ്റാക്കിയേ. പിന്നെ പാലട വെക്കാമെന്ന് ഓർത്തിട്ട് പാട ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചിട്ട് പാല് തിളപ്പിച്ച് അതും ഒന്നിച്ച് യോജിപ്പിച്ച് അതും അങ്ങ് സെറ്റാക്കി കേട്ടോ. ഏട്ടൻ്റെ പിറന്നാളിന് പരിപ്പ് പായസമാണല്ലോ ഉണ്ടാക്കിയത്. അപ്പോൾ പിന്നെ എനിക്കും കണ്ണനൊക്കെ കൂടുതൽ ഇഷ്ടം പാലടയാണ്ട് പിന്നെ അങ്ങനെ അങ്ങ് വെച്ചതാണ്. അങ്ങനെ പായസമൊക്കെ സെറ്റ് ആയപ്പോഴത്തേക്കും നമ്മുടെ അരി നന്നായിട്ട് തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് ഞാൻ കൈയോടെ റൈസ് കുക്കറിലേക്ക് എടുത്ത് വെച്ചിട്ട് ഞാനും കണ്ണനും നേരെ കയറി കുളിച്ചു കേട്ടോ. കണ്ണനാണെങ്കിൽ കുറച്ച് ദിവസമായിട്ട് നല്ല കഫക്കെട്ടും ചുമയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണെങ്കിൽ കുറഞ്ഞിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വലിയ കാര്യമായിട്ട് തല നനച്ചുമില്ലേ. പിന്നെ ഒരു ഉച്ചയായപ്പോഴത്തേക്കും പരിപ്പ് കറി അങ്ങോട്ട് സെറ്റാക്കി പിന്നെ പപ്പടവും കാച്ചി വെച്ചു കേട്ടോ. അപ്പോഴേക്കും അച്ചാമ്മയും അമ്മയും ഏട്ടനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ആദ്യം വിളക്കത്തൊക്കെ വെച്ചിട്ട് കണ്ണന് കഴിക്കാൻ കൊടുത്തേ. അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്കും അച്ചാമ്മയ്ക്കും ഏട്ടനൊക്കെ കൊടുത്ത് ഞാൻ നേരെ കഴിക്കായിരുന്നു കേട്ടോ. അങ്ങനെ ചെറിയൊരു സദ്യയൊക്കെ കൊണ്ടിട്ട് ഞങ്ങളുടെ പിറന്നാളാഘോഷം അങ്ങനെ തീർന്നേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരാം കേട്ടോ. ബൈ.